പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കോസ്ത അഭിഷേക ധ്യാനം 8-ാം ദിവസം. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. സ്നാപക യോഹന്നാൻ്റെ ജന്മത്തിൻ്റെ ഉദ്ദേശവും ജീവിത ദൗത്യവും യേശുക്രിസ്തുവിനെ ഇസ്രായേലിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു. അതിനാവശ്യമായ ഒരുക്കത്തിന് വേണ്ടിയാണ് അദ്ദേഹം മരുഭൂമിയിൽ ചെന്ന് പാർത്തത്. ക്രിസ്തുവിനെ പറ്റി എന്താണ് കൃത്യമായി പറയേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചറിയാനാണ് അദ്ദേഹം ഏറെ വർഷങ്ങൾ മരുഭൂമിയുടെ അതികഠിനമായ കാലാവസ്ഥയുടെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയത്. ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചപ്പോൾ അദ്ദേഹം വന്ന് ജനത്തോട് ഇങ്ങനെ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 3:11 അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഉടൻ ആരംഭിക്കാനിരുന്ന യേശുവിൻ്റെ പരസ്യജീവിതത്തെ പറ്റിയോ അവിടുന്ന് നടത്തിയ പ്രഭാഷണങ്ങളെപ്പറ്റിയോ നടത്താനിരുന്ന പ്രഭാഷണങ്ങളെപ്പറ്റിയോ രോഗശാന്തി ശുശ്രൂഷകളെ പറ്റിയോ സാത്താനെ ഒഴിപ്പിക്കുന്ന പ്രവർത്തികളെപ്പറ്റിയോ ഒന്നും സൂചിപ്പിക്കുന്നില്ല യോഹന്നാൻ. എന്തിനേറെ അവിടുത്തെ ആഗതമാകുന്ന പീഡാസഹനത്തെയും മരണത്തെയും പറ്റിയും ഒന്നും യോഹന്നാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത് മാത്രമാണ്: അവൻ വരുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. അതിൻ്റെ കാരണം തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം നൽകലാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും ജീവിത പ്രവർത്തനങ്ങളുടെയും സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും എല്ലാം ആത്യന്തിക ലക്ഷ്യം. യേശുവും ഇത് തന്നെയാണ് ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പീഡാനുഭവ മരണ ഉദ്ധാനങ്ങൾക്ക് ശേഷം ഇനി എന്ന അനിശ്ചിതാവസ്ഥയിൽ കഴിഞ്ഞ ശിഷ്യന്മാരോട് ഈശോ ഇപ്രകാരം തെളിവായി പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-ാം 4-5 വാക്യങ്ങൾ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പ്രസ്തുത എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ നിങ്ങളാകട്ടെ അധിക ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. അധിക ദിവസങ്ങൾക്കകം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഉദ്ധാന ദിവസം അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് ക്രിസ്തു തന്നെ പറഞ്ഞതല്ലേ? അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തുവല്ലോ. പിന്നെന്തിനാണ് അവരോട് പരിശുദ്ധാത്മാവുള്ള സ്നാനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി അവിടുന്ന് പറയുന്നത്? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമേൽക്കുന്നതും രണ്ടും രണ്ടാണ്. ഉദ്ധാന രാത്രിയിൽ അടച്ചിട്ടിരുന്ന മുറിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ട യേശു അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പക്ഷേ അത് പോരായിരുന്നു. അതുകൊണ്ട് 40 ദിവസങ്ങൾ അവരെ അതിനുവേണ്ടി യേശു ഒരുക്കി. അതിനുശേഷം 9 ദിനരാത്രങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അവസാനം യഹൂദരുടെ
ആണ്ടുതോറുമുള്ള പ്രധാന തിരുനാളായ പെന്തക്കോസ്താ തിരുനാളിന്റെ ആ ദിനത്തിൽ പരിശുദ്ധാത്മ സ്നാനം തന്നെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ കാര്യം ഇതാണെങ്കിൽ നമുക്കും ഇത് തന്നെയാണ് ആവശ്യം. ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, അതുകൊണ്ടായില്ല. പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമ്മൾ ഏൽക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ സവിശേഷത എന്താണ്, പ്രത്യേകത എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട്. പെന്തക്കോസ്തായുടെ ദിവസം തികഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്ന് ഓരോരുത്തരുടെ മേൽ ഇരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഭാഷിക്കാൻ കഴിവ് കൊടുത്തതനുസരിച്ച് അവർ മറ്റ് ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവിടെ ലൂക്കാസ് സുവിശേഷകൻ 3 കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. കൊടുങ്കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം ആകാശത്തു നിന്ന് അവരിരുന്ന മുറിക്കുള്ളിലേക്ക് വന്നിറയുന്നു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർ കാണുക മാത്രമല്ല, ആ നാവുകൾ ഓരോന്നും അവർ ഓരോരുത്തരുടെ മേൽ വന്ന് ഇരുന്നു. അവർ അന്യഭാഷകളിൽ അഥവാ മറ്റ് ഭാഷകൾ സംസാരിക്കാനും തുടങ്ങി. പെന്തക്കോസ്താ നടന്ന മർക്കോസിന്റെ മാളിക അല്ലെങ്കിൽ അപ്പർ റൂം എന്നൊക്കെ അറിയപ്പെടുന്ന സിഹിയോൻ മാളിക ജെറുസലേം ദേവാലയത്തിൽ നിന്ന് 800 മീറ്റർ അകലെയായിരുന്നു. പെന്തക്കോസ്തായുടെ സമയത്തുണ്ടായ ദൈവശക്തിയുടെ പ്രകാശനം വളരെ ശക്തമായതുകൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാൾ കൂടാൻ വന്നിരുന്ന യഹൂദന്മാര് ഒന്നടങ്കം ദേവാലയം വിട്ട് പെന്തക്കോസ്താ അഭിഷേക സ്ഥലത്തേക്ക് കുതിച്ച് ഓടി വരികയാണ് ഉണ്ടായത്. അത്രമാത്രം പ്രകടമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ അഭിഷേകം. ഫ്രഞ്ച് ബാറോക്ക് പെയിന്റർ ജീൻ സെക്കൻഡ് പെന്തക്കോസ്താ സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ടാണ്. 1732 അദ്ദേഹം ഈ ചിത്രീകരണം നടത്തിയത്. വലിയൊരു കൊടുങ്കാറ്റ് കടന്നുപോയ സ്ഥലത്ത് നിന്നിരുന്ന വടവൃക്ഷങ്ങളെല്ലാം വേരോടെ പിഴുത് മറിഞ്ഞു കിടക്കുന്നത് പോലെ സിഹിയോൻ മാളികയിൽ പ്രാർത്ഥന മുഴുകിയിരുന്ന സ്ലീഹന്മാർ എല്ലാവരും തന്നെ ആത്മീയ ആനന്ദത്തിൽ മുഴുകി ആത്മീയ അനുഭൂതിയിലാണ്ട് താഴെ വീണ് കിടക്കുന്നതായിട്ടാണ് ജീൻ സെക്കൻഡ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് വന്നതല്ല, പ്രസ്തുത ക്രിസ്തുവിന്റെ വാക്കുകളിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 1:6 മുതൽ 8 വരെ വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ കർത്താവിനോട് ചോദിച്ചു, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പ്രസ്താവിച്ചു തരുന്ന ഈ കാലത്താണോ? യേശു പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികളോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. പെന്തക്കോസ്താ അഭിഷേകം ദൈവശക്തിയുടെ
മഹത്തായ പ്രകടനമാണ്. ഇതൊരു പുതിയ കാര്യമല്ല. പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള അനേക സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, സീനായി മലയിൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷനായ ദൈവം അവിടുന്ന് വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ സോളമൻ പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ കുദാശകർമ്മ സമയത്ത് നടന്ന ഒരു ദൈവശക്തി പ്രകാശനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദുമദൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായ സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്ക് വശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്ക് നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരാൻ സാധിച്ചില്ല. 2 ദിനവൃത്താന്തം അധ്യായം 5-12 മുതൽ വാക്യങ്ങൾ. മറ്റൊരു ദിവ്യാനുഭവം കർമ്മലമലയിൽ സംഭവിച്ചതാണ്. രാജാക്കന്മാരെ 1-ാം പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 39 വാക്യങ്ങളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഭാഗം വായിക്കാം. ഏലിയ 12 കല്ലെടുത്ത് കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞ്, 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഇതിന് സമാനമായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നടക്കുന്നതായിട്ട് കാണാം. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, യേശുവിൻ്റെ മുഖം സൂര്യൻ്റേതുപോലെ പ്രകാശിക്കാൻ തുടങ്ങി. അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. വിജാതിയുടെ പെന്തക്കോസ്ത എന്നറിയപ്പെടുന്ന കൊർന്നേലിയൂസ് എന്ന വിജാതിയന്റെ വീട്ടിൽ നടന്ന സംഭവം അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുന്നുണ്ട്. ലൂക്ക വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പത്രോസ് വിജാതിയർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കർന്നേലിയൂസിന്റെ വീട്ടിൽ വെച്ച് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് വീണു എന്ന വാക്കായി ഉപയോഗിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് പതിച്ചു.
പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ മേൽ ആവസിച്ചു. അവർ അന്യ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ വിജാതീയർ തൽക്ഷണം അന്യഭാഷകൾ സംസാരിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിച്ചു. എഫേസോസിൽ വെച്ച് പൗലോസ് കണ്ടുമുട്ടിയ ഏതാനും ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം തന്നെയാണ്. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവരുടെ മേൽ കരങ്ങൾ വെച്ചു. പൗലോസ് കരം വെച്ച ഉടൻ തന്നെ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കാനും പ്രവചിക്കാനും തുടങ്ങിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 98-99 കാലങ്ങളിലാണ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് റിട്രീറ്റ് നടത്തുകയുണ്ടായി. അസാധാരണമായ ദൈവകൃപയുടെ കൃപാവർഷം ആ ധ്യാനത്തിന്റെ തുടക്കം മുതലേ കാണാൻ സാധിച്ചു. 414 പെൺകുട്ടികളാണ് ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. തുടക്കം മുതലേ അവർ പരിപൂർണ നിശബ്ദതയിലും ഇടവേളക്ക് കിട്ടുന്ന സമയം പോലും ദൈവസ്തുതി ആരാധനയിൽക്കായും ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കിടന്നുറങ്ങിയ ബൊറമ്പട്ടയിൽ 4-ാം ദിവസം ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെട്ടെന്നും അനേകർക്ക് അവിടുത്തെ കാണാൻ സാധിച്ചെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അവസാന ദിവസം, ധ്യാനത്തിന്റെ ഏറ്റവും സമാപന ദിവസം, പരിശുദ്ധാത്മാ സ്നാന ശുശ്രൂഷ നടത്തുന്ന ദിവസമാണ്. അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഞാൻ തുടങ്ങവേ പെട്ടെന്ന് എനിക്ക് പനി വളരെയധികം കൂടി ബലിപീഠത്തിൽ പിടിച്ചെല്ലാം നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയായി. ഒരു തരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷമായിരുന്നു പരിശുദ്ധാത്മാ സ്നാന പ്രാർത്ഥന. ഓരോരുത്തരും കൈവച്ചുള്ള പ്രാർത്ഥനയാണത്. ഇത്രയും കുട്ടികളുള്ളത് കൊണ്ട് ഏതാനും വൈദികരുടെ സഹായം കൂടെ ഞാൻ ചോദിച്ചിരുന്നു. ധ്യാനവുമായി ബന്ധപ്പെട്ട ഏതാനും പുരോഹിതന്മാരുണ്ടാകുമെന്നാണ് പ്രിൻസിപ്പൽ സിസ്റ്റർ അറിയിച്ചിരുന്നത്. എന്നാൽ ആ സമയമായപ്പോൾ സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, ഒരു അബദ്ധം പറ്റി, ഒരാഴ്ച കൃത്യം മാറിപ്പോയി, ഒരറ്റാച്ചമാർ വന്നിട്ടില്ല, വരാനും സാധ്യതയില്ല. പനി വളരെയധികം വർദ്ധിച്ചിരുന്നതിനാൽ എനിക്ക് നടക്കാനോ നിൽക്കാനോ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ആ ശുശ്രൂഷ, ആ ധ്യാനത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ശുശ്രൂഷ ആയതുകൊണ്ട് ഒഴിവാക്കാനും സാധ്യമല്ല. ഞാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരിശുദ്ധാത്മ സ്നാന പ്രാർത്ഥനയ്ക്കായിട്ട് ബലിപീഠത്തിന് താഴേക്ക് ഇറങ്ങി. 30 കുട്ടികൾ വീതം ഓരോ റോയിലും അവർ നിൽക്കുകയായിരുന്നു. ഗേൾസ് മാത്രമായതുകൊണ്ട് നടുവിൽ ഒരു വേർതിരിക്കാതെ തന്നെ ഒരു പരസ്പരം ചേർന്ന് നിൽക്കുകയായിരുന്നു. എളുപ്പ സമയത്തിൽ വ്യത്യാസം കിട്ടാൻ വേണ്ടി ഞാൻ 2 പെൺകുട്ടികളുടെ തലയിൽ ഒരേ സമയത്ത് പരിശുദ്ധാത്മാ സ്നാന പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. 2 കൈയും ഒരാളുടെ മേൽ വയ്ക്കുന്നതിന് ആണ് സാധാരണ ചെയ്യുന്നത്. അല്പസമയം ലാഭം കിട്ടാൻ വേണ്ടി ആ സാഹചര്യം മൂലം അങ്ങനെ ചെയ്തതാണ്. 2 കരവും ആദ്യത്തെ 2 പേരുടെ മേൽ വച്ചില്ല. വയ്ക്കുന്നതിനായി അവരുടെ ശിരസിന് മുകളിൽ പിടിച്ചപ്പോൾ തന്നെ അവർ 2 പേരും മറിഞ്ഞു വീണു. അവർ തൊട്ടടുത്ത് നിൽക്കുന്നവരെ സ്വാഭാവികമായി മുട്ടും. ആ മുട്ടിയപ്പോൾ അവരും പെട്ടെന്ന് മറിഞ്ഞു വീണു. ആ ഒരേ സമയത്ത് ആ റോയിൽ നിന്ന് 30 പേരും ഞാൻ തൊടാതെ തന്നെ, അതിനുവേണ്ടി ഓരോരുത്തർ പ്രാർത്ഥിക്കാതെ തന്നെ മറിഞ്ഞു വീണു. അടുത്ത റോയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെ അനുഭവം. അങ്ങനെ 2-2.5 മണിക്കൂർ കൊണ്ട് തീരേണ്ട പ്രാർത്ഥന 23 മിനിറ്റ് കൊണ്ട് തീർന്നു. അവസാനത്തെ റോയിൽ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പുറകോട്ട് നോക്കിയപ്പോൾ 414 പേരും ആത്മീയ അനുഭൂതിയിൽ ലയിച്ച് തറയിൽ കിടക്കുകയാണ്. ഏറെ നേരത്തിന് ശേഷമാണ് അവർക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ സാധിച്ചത്. പിന്നീട് ആ ധ്യാനത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നടത്തി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട് പറയുകയുണ്ടായി. വലിയ കാതലായ പരിവർത്തനം ആ കുട്ടികൾക്ക് സംഭവിച്ചു. മലയാറ്റൂർ തീർത്ഥാടന ദേവാലയത്തിൻ്റെ പിൽഗ്രിം സെന്റർ പണിത് കഴിഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ വികാരിച്ചൻ എന്നോട് ആവശ്യപ്പെട്ടു, അവിടുത്തെ ആ ഇടവകയിൽ തന്നെയുള്ള യുവതീ യുവാക്കന്മാർക്ക് വേണ്ടി
ഒരു ക്യാമ്പ് റിട്രീറ്റ് നടത്തണം. ഇടവകയിൽ തന്നെയുള്ള യുവതീവാക്കന്മാരെ ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് ധ്യാനിപ്പിക്കുക എളുപ്പമല്ല. അവരെല്ലാവരും പരസ്പരം പരിചയമുള്ള സംസാരം നിയന്ത്രിക്കാൻ പ്രയാസമാണ്, ഉഴപ്പാനും സാധ്യതയുണ്ട്. എന്തായിരുന്നു അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അത്. അതനുസരിച്ച് ഞങ്ങൾ ധ്യാനത്തിനായിട്ട് ചെന്നു. ആദ്യത്തെ 2-3 ദിവസങ്ങൾ രാത്രി മുഴുവൻ ഉറക്കം കളച്ച് അവരെ കാവലിരിക്കേണ്ടി അതുപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നൽകുന്ന പ്രാർത്ഥനയായപ്പോഴേക്കും മട്ടെല്ലാം മാറി. അതിനൊരുക്കമായ ദൈവസ്തുതി ആരാധനാ സമയത്ത് അവർ പലരും തന്നെ കുഴഞ്ഞു നിലത്ത് വീണു. അവരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വളരെ പ്രയാസമായിട്ടുണ്ട്. കാരണം അതൊരു വലിയ ഹോളല്ലായിരുന്നു, വലിയ വലിയ മുറികൾക്ക് വേണ്ടി പണിതിരിക്കുന്നതായതുകൊണ്ട് ഇടയ്ക്കെല്ലാം കോൺക്രീറ്റ് തൂണുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെല്ലാം നിലത്ത് തറയിൽ വീണ് കിടക്കുന്നത് കൊണ്ട് മുട്ടുകുത്തി നിരങ്ങി ആണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചത്. ആ ധ്യാനം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും അതിൽ പങ്കെടുത്തവർ പലയിടത്തും വെച്ച് കാണുമ്പോൾ അന്നത്തെ ദിവ്യാനുഭവത്തെ പറ്റി വലിയ ആനന്ദത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഇടവകയിൽ ഏറ്റവും കൂടുതൽ ധ്യാനം ആവശ്യമെന്ന് തോന്നിയ വ്യക്തികളെയാണ് അവിടുത്തെ അച്ഛന്മാർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്ന് വെച്ചാൽ അവരെല്ലാവരും തന്നെ വലിയ പ്രശ്നങ്ങളിലായിരുന്നവരാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനമേറ്റതോടെ രാവകൽ വ്യത്യാസമുണ്ടായി എന്നാണ് പറയുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ ധ്യാനത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അതിശക്തമായിട്ട് നടന്നു. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അൾത്താരയിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ വീടുകളിലിരുന്ന് പങ്കെടുത്ത അനേകം പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ടായി എന്നാണ് അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ധ്യാനകേന്ദ്രത്തിൽ അതേ ചിട്ടയിൽ മുറിക്ക് പുറത്തിറങ്ങാതെ 5 ദിവസവും ധ്യാനത്തിൽ പങ്കെടുത്തു. വീട്ടുകാരെ ഭക്ഷണം കൊണ്ടൊന്ന് പുറത്ത് വെച്ചിട്ട് പോകുമെന്നല്ല, അവരോട് മിണ്ടാൻ പോലും തയ്യാറായില്ല. അത്ര വില കൊടുത്ത ആ ഒരു യുവാവായി ധ്യാനത്തിൽ പങ്കെടുത്തത്. അതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന ധ്യാനകേന്ദ്രത്തെ അൾത്താരയിൽ വെച്ച് ഞാൻ നടത്തുമ്പോൾ ഓൺലൈനിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ യുവാവ് മറ്റുള്ളവരെ പോലെ ആ യുവാവ് ആത്മാവിൽ നിറഞ്ഞ് കസേരയിൽ നിന്ന് താഴെ വീണു. ഏറെ നേരം അവിടെ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ സ്വരം കേൾക്കും കർത്താവിനെ കാണുകയും ചെയ്തതായി പിന്നീട് അദ്ദേഹം വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. മറ്റൊരു പെൺകുട്ടി ആദ്യമായ ധ്യാനം കൂടിയതാണ്. വീട്ടിലെ അവളുടെ സ്വന്തം മുറിയിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിൽ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാന പ്രാർത്ഥനാ സമയത്ത് അവൾ അവർണ്ണനീയമായ രീതിയിൽ ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞെന്നും ഭാഷാവിധത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നും അത് അനേക സമയം നീണ്ടു നിന്നെന്നും പിന്നീട് അവളുടെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞ് അവളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യത്യാസം ജീവിതത്തിൽ കാണാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഈ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ലഭിക്കുമെന്ന് തിരിച്ചറിയുക. കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഐഡിയലായ കാര്യമെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളില്ല. എനിക്കതിനെ ഉണ്ടായ അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ. 2008 സംഭവിച്ചത്. അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള ഫ്രാൻസിസ്കൻ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റ്യൂബൻവിൽ എന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ദൈവശാസ്ത്രം പഠനം പൂർത്തിയാക്കുന്ന ആളുകളായിരുന്നു. 2 വർഷത്തെ ഏതാണ്ട് 4 സെമസ്റ്ററിൻ്റെ 10-14 കോഴ്സുകളുടെ ഒരുമിച്ചുള്ള പരീക്ഷ. എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് ആ പരീക്ഷ. പക്ഷെ അതിൻ്റെ തലേ ദിവസം അവിടെ ഒരു വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം സമാപിക്കുകയാണ്. പരീക്ഷയുടെ പഠനത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് ഉണ്ടായിരുന്നെങ്കിലും ധ്യാനത്തിൻ്റെ കൃപയും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ധ്യാനത്തിലും പങ്കെടുത്ത് പ്രധാന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു.
ഏറ്റവും പ്രധാന ശുശ്രൂഷ കൈവപ്പ് പ്രാർത്ഥന. 500ഓളം വൈദികർ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കകത്ത് ആ കോംപ്രിഹെൻസീവ് എക്സാമിനേഷൻ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ താമസ സ്ഥലത്ത് നിന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ ധ്യാനം നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആരാധനാ ശുശ്രൂഷ അവർ ആരംഭിച്ചു. ഞാൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ആരാധന കഴിഞ്ഞിരുന്നു. പക്ഷേ കൈവപ്പ് പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ആളെന്ന നിലയ്ക്ക് ഞാൻ ഓടിച്ചെന്ന് അവിടെ മുട്ടുകുത്തി. ധ്യാനഗുരു എൻ്റെ മേൽ കൈകൾ വെച്ചു. 1 സെക്കൻഡ് പോലും എടുത്തില്ല. വെട്ടിയിട്ട മരം പോലെ ഞാൻ താഴെ വീണു. പിന്നീട് 24 മിനിറ്റ് ആ തറയിൽ ഞാൻ കിടന്നു. കയ്യോ കാലോ അനക്കാൻ സാധിക്കുന്നില്ല. ശരീരം മുഴുവൻ വലിയ ഭാരം അനുഭവപ്പെടുന്നു. പക്ഷേ കൈവച്ച് പ്രാർത്ഥിച്ചു പോയ അച്ഛൻ തിരിച്ചു പോകുന്ന കാലൊച്ച കൃത്യമായി കേൾക്കാൻ പറ്റും. അവിടെയൊക്കെ വളരെ സോഫ്റ്റ് സോങ്സേ പാടുകയുള്ളൂ. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് കേൾക്കാം. പക്ഷേ എൻ്റെ വിരലുകളോ കൈകളോ കാലുകളോ ഒന്നും അനങ്ങുന്നില്ല. പക്ഷേ ആ സമയത്ത് പറഞ്ഞറിയിക്കാനാവാത്തൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. കർത്താവിനെ കാണുന്ന ഒരനുഭവം. ആ 24 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് പോരാൻ സാധിച്ചു. പിന്നീട് ആ സ്ഥലത്ത് ഞാൻ പലപ്പോഴും പോയിരുന്ന് ആ ദിവ്യ അനുഭവം അയവിറക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ധ്യാനത്തിനായി അമേരിക്കയിൽ വരുമ്പോഴെല്ലാം സാധിക്കുമെങ്കിൽ സമയമുണ്ടാക്കി സ്റ്റ്യൂബൻവിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാനന്ന് വീണ് കിടന്ന് ചാപ്പലിൽ ചെന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി ധ്യാനിച്ച അനുഭവം അയവിറക്കാറുണ്ട്. കൈവപ്പ് പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മ സ്ഥാനത്തിനായി സാധാരണ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ. ആ സമയത്ത് അനേകര് താഴെ വീഴുന്നത് ആത്മീയ അനുഭൂതി മൂലമാണ്, ദൈവത്തിൻ്റെ കരസ്പർശനം മൂലമാണ്. പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഉടനെ എഴുന്നേൽക്കാൻ സാധിക്കാതെ അവരവിടെ ഏറെ നേരം കിടന്നു പോകുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ് കിടന്ന സൗലിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എത്ര വീരപരാക്രമിയായിരുന്നവനാണ് സൗൽ എന്ന ചെറുപ്പക്കാരൻ. എത്ര വീറോടെയാണ് ഡമാസ്കസിലെ കുതിരപ്പുറത്ത് ചീറി പാഞ്ഞു പോയത്. പക്ഷേ ഒരു പരിശുദ്ധാത്മ സ്നാനം അവൻ്റെ മേൽ വന്ന് വീണു. അതോടെ അവൻ്റെ എല്ലാ അവസ്ഥകളും മാറി. അതിനുശേഷം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് കണ്ണ് തുറന്നിരുന്നിട്ടും അവന് 3 ദിവസത്തെ കാണാൻ കഴിഞ്ഞില്ല എന്ന്. അഭിഷേക ശക്തി അത്തരത്തിലാക്കി മാറ്റുകയാണ് ചെയ്തത്. അവൾ പരിശുദ്ധാത്മ സ്നാനമേൽക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന ദിവ്യാനുഭവം എന്തൊക്കെയാണ്? അവർ കർത്താവിനെ കാണും, കർത്താവിൻ്റെ ദിവ്യസ്വരം കേൾക്കും, കർത്താവിൽ നിന്ന് സന്ദേശങ്ങളും ആത്മീയ ഉൾക്കാഴ്ചകളും സ്വീകരിക്കാൻ തുടങ്ങും. ഈ ആത്മീയ പ്രതിഭാസങ്ങളെ ഒരു കാരണവശാലും നമ്മൾ മുൻവിധിയോടെ കാണുകയോ നിസ്സംഗതയോടെ വീക്ഷിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുത്. അത് പരിശുദ്ധാത്മാവിന് എതിരായ പാപമായി തീരും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം അതേപ്പറ്റി ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. തെസ്സലോനിയ ലേഖനം 1-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിലാണ്. പ്രവചനങ്ങൾ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവ മുറുകെ പിടിക്കുവിൻ. പരിശോധിച്ച് നോക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ആദരവോടെ തിരിച്ചറിയാനാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ വിമർശന ബുദ്ധിയോടെ നിരാകരിക്കാനല്ല അതിൻ്റെ അർത്ഥം. മാത്രമല്ല ഇത്തരം ആത്മീയ പ്രതിഭാസങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റുകയില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമായി തോന്നുന്നത് കൊണ്ട് അവനത് സ്വീകരിക്കുകയില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്ത അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമുക്ക്
തീർച്ചയായും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം മുറിയിലിരുന്ന് പോലും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കാത്തിരിക്കുകയാണ്. എല്ലാ പാപത്തോടും വിട പറഞ്ഞ് ക്ഷമിക്കേണ്ടവരെല്ലാം ക്ഷമിച്ച് വലിയ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് ആവസിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ദൈവം അതിനുവേണ്ടി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി അല്പനേരം പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കും. ഈശോയെ, അങ്ങയുടെ വാക്കുകൾ അന്നത്തെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അങ്ങയുടെ ആത്മാവിനായി കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള വാഗ്ദാനമാണല്ലോ. കർത്താവേ, ഞങ്ങളും ദിവസങ്ങളോളമായി അങ്ങയുടെ ആത്മാവിൻ്റെ സഹായമേൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിലും വചനത്തിലും കാത്തിരിക്കുകയാണ്. പരിശുദ്ധ സ്നാനമേൽക്കാതെ ഞങ്ങൾക്ക് പൂർണ്ണ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സാധ്യമല്ല. ജ്ഞാനസ്നാനത്തിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിച്ചു. പിന്നീട് സഭയുടെ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെട്ടപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നിരുന്നാലും സിഹിയോൻ മാളികയിൽ സ്ത്രീഹന്മാർക്കുണ്ടായതുപോലെയുള്ള ഒരു പരിശുദ്ധാത്മ സ്നാന അനുഭവം ഞങ്ങൾക്കും വേണം കർത്താവേ. എങ്കിലേ ഞങ്ങൾ അവർ ചെയ്തതുപോലെ ക്രിസ്തുവിന് സാക്ഷികളായി തീരുകയുള്ളൂ. യേശുവിന് യഥാർത്ഥ സാക്ഷികളായി ഞങ്ങൾ മാറണമെങ്കിൽ ഈ പരിശുദ്ധാത്മ സ്നാനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈശോയെ, അങ്ങ് മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്നെ പരിശുദ്ധാത്മാവ് സ്നാനമേൽപ്പിക്കാനാണ്. അങ്ങ് അഗതിയും അനാഥനെയും പോലെ 30 വർഷങ്ങൾ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതം നയിച്ചത്, അങ്ങ് സുവിശേഷം പ്രഘോഷിച്ചതും രോഗികളെ സുഖപ്പെടുത്തി പിശാചുക്കളെ പുറത്താക്കിയതും അതിദാരുണ പീഡകളേറ്റ് കുരിശിൽ മരിച്ചതും ഉയർത്തതും ഈ പരിശുദ്ധാത്മ സ്നാനം എൻ്റെ മേൽ അയക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അനന്തയോഗ്യത, ആ യോഗ്യതയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് യോഗ്യതയില്ല കർത്താവേ. അങ്ങയുടെ പരമമായ യോഗ്യതയിൽ ഞാൻ ആശ്രയം വെച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. സ്ത്രീകന്മാരുടെ മേൽ അങ്ങ് വർഷിച്ച പരിശുദ്ധാത്മ സ്നാനം എൻ്റെ മേലും വർഷിക്കണമേ. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്ന വിജാതീയരുടെ മേൽ പോലും ഉടൻ തന്നെ അന്യഭാഷകൾ സംസാരിക്കാൻ തക്കവണ്ണം അവരുടെ മേൽ പരിശുദ്ധാത്മ സ്നാനം അയച്ചതുപോലെ എൻ്റെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടിക്കൂടി ഉള്ളതാണെന്ന പത്രോസിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം വേണ്ടി അവർക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിൻ്റെയും മരണത്തിൻ്റെ ഉയർപ്പിൻ്റെയും ആകത്തുകയായ ഈ പരിശുദ്ധാത്മ സ്നാനം, അതിൻ്റെ എല്ലാം മകുടം ചൂടലായ പരിശുദ്ധാത്മ സ്നാനം, അതിൻ്റെ എല്ലാം പൂർത്തീകരണമായി പരിശുദ്ധാത്മാനുസ്നാനം എൻ്റെ മേലും സഭ മുഴുവൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം ആകാശത്ത് പെട്ടെന്നുണ്ടായി. സിഹിയോൻ മാളിക മുറി നിറഞ്ഞതുപോലെ
എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ കൊടുങ്കാറ്റാരവത്തോടെ എഴുന്നള്ളി വന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിനാവുകളായ ഓരോരുത്തരുടെ മേൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ തിന്മകളെയും ദഹിപ്പിച്ച് കളയാൻ തക്കവണ്ണം സ്വർഗീയ അഗ്നിനാവായി എഴുന്നള്ളി എൻ്റെ മേൽ ഒന്ന് ആവശ്യിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കാൻ തക്കവണ്ണം അവരെ സ്ഥാനപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സുവിശേഷം സർവരോടും ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ തക്കവണ്ണം എൻ്റെ മേലും ആ സ്വർഗീയ അഗ്നിനാവ് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാലാഹ മാലിഹിലാഹ മാലഹൽ ഷിഹിലാഹ ലഹ മാലഹ മനാഹിമിനാഹി ഷാഹിൽ അഷിഷാലാഹ ലഹ മലഹ മാനമാനിഹി നഹീമിഷാലാം ആശുലാഹ ലഹ മലകാലാഹ മാനി മിന്നവലാഹ വനാഹി ഷാമിഷല്ലാം അഷാമിഷല്ലാം ലഹീനഹി ഷാലം മലകാന. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.